ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നല്ല വിശാലമായ സ്ഥലത്തുള്ള അപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള നല്ല അടിപൊളി സ്ഥലത്താണുള്ളത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മള് ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. കൊറേ മുമ്പ് വന്നാണ്, ഇപ്പൊ അടുത്തൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ടോട്ടൽ ഇവിടെ കല്ലുകോറികളും നല്ല രസമാണ് കാണാൻ. കണ്ടില്ല നിങ്ങള്? അപ്പൊ ഇത് ഏതാണ് സ്ഥലം എന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ. ഈ ഭാഗത്തുള്ളവരൊക്കെ അറിയായിരിക്കും, അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോണ്ടി. കുട്ടിമോനൊക്കെ അത് അവിടെ നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കലും ഇതൊക്കെയാണ്. മേലക്ക് ഒരുപാട് ഏരിയട്ടാ. ഇവിടെ പള്ളിന്റെ സ്ഥലമാണ്. പള്ളിന്റെ സ്ഥലമാണ്. പള്ളിന്റെ സ്ഥലമാണെന്ന് തോന്നുന്നത്. കാരണം ഇതിന്റെ തൊട്ടടുത്തൊരു പ്രസക്തമായ ഒരു പള്ളി ഉണ്ട്, അറിയപ്പെടുന്ന പള്ളിയാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യേക പള്ളി വൈകുന്നേരങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞങ്ങള് ഇപ്പൊ അടുത്തൊന്നും നമ്മള് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് കുറച്ച് റീലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് കുട്ടികളായിട്ട് അപ്പൊ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങള് റീൽ എടുക്കാൻ വരുമോ, ഇവരെന്ത് ചെയ്യും? ഇതാണ്ടാ, ഇവര് ഫുൾ കളിയാണ്. കാരണം എടാ ഇവിടെ വരികടാറിനാണ് റീൽ എടുക്കണേന്. ഒരു ഷോട്ട് എടുക്കുമ്പോക്കിന് ആൾക്കാർ ഓടി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അടുത്ത ഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഓലെ പോയി തെരഞ്ഞു കൊടുത്തിട്ടാണ്. അതാണ് അവസ്ഥ. അതണ്ടില്ലേ, മണ്ണിന്റെ നമുക്ക് കേരി മറിഞ്ഞ് ഇനിയിപ്പൊ പാന്റൊക്കെ ചളിയാക്കും. എന്നിട്ട് അതിന്റെ അടി കൂടി ചോദിച്ചു കുറച്ച് കളിക്കാൻ ഞങ്ങൾക്ക് ടൈം വരുമോന്ന് അറിയാം. എവിടെ ഫുള്ള് കളിയാണ്. ഈ വീഡിയോയിൽ നോക്കട്ടെ, അവിടെ പള്ളിന്റെ ആ ഭാഗങ്ങൾ, ഈ ഒരുപാട് പുരാതന പള്ളിയാണിത്. ആ പള്ളിന്റെ ഭാഗങ്ങൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പള്ളിയാണ് കാനഞ്ചേരി പള്ളി. അപ്പൊ എന്താ അറിയോ, ഇവിടെ ഇങ്ങനെ നല്ല ഫുള്ള് ഒഴിഞ്ഞ നല്ല പച്ചപ്പിന്റെ സ്ഥലം. ഇവിടെ ഫുള്ള് കല്ലൊക്കെ വെട്ടി പാറുള്ള ഏരിയാണ്. പള്ളിക്കുള്ള നടക്കണ സ്ഥലമാക്കി മാറ്റിക്കണം. അവിടെ ഇന്റർലോക്ക് ഒക്കെ ഇട്ടുകാണ്ട് രണ്ട് വരി പാട്ട് നിങ്ങൾക്ക് പാടിച്ചിട്ട് മദ്രസ പാടാൻ പോണ പാട്ട് രണ്ട് വരി ഫുള്ള് പാടൂല. വാ മോൾട്ടിയാ ഹൃദയത്തിൽ എഴുതിയ വരികൾ, മെഹബൂബർ മദ്ഹിൻ മൊഴികൾ, ആദരത്താൽ പാടി ഞാൻ ഹിസ്കിന്ദീരത്ത്, നബിയോര് നടന്ന മദീനത്ത്. മതി, ബാക്കി നമുക്ക് പിന്നെ പാടാം. കൂടി കേൾപ്പിച്ചാൽ പിന്നെ നബിദിനത്തിന്റെ അന്ന് പാടുമ്പോ രസം ഉണ്ടാവില്ല. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പാട്ടുകളൊക്കെ ഉണ്ട്. ഇന്ത്യയും മാളുവിന്റെ ഒക്കെ പാട്ടുണ്ടാവും. ഉണ്ടാവില്ല, ബാവാന്റെ ഉണ്ടാവില്ല. നമ്മളെ മോനുവിന്റെ പാട്ടുണ്ടാവും. മോനു വെള്ളിയാഴ്ച വരില്ല. അപ്പൊ മോന്റെ പാട്ടൊക്കെ റെഡിയാക്കി വെച്ചാണ്. കുട്ടിയമ്മ ഭാഗത്ത് കിടക്കുമെന്നാ വന്നിട്ടല്ലേ. അങ്ങോട്ടൊക്കെ നോക്കാണെങ്കിൽ നല്ല രസമല്ല കാണാന്. ഇവിടെ വരൂ, ഇറങ്ങി വരൂ കുട്ടിമോൻ. സിദാൻ നല്ല ഫോട്ടോ എടുക്കലാണ് അവിടെ പോയിട്ട്. നല്ല രസമുള്ള സ്ഥലല്ലേ, നല്ല രസമാണ്. അങ്ങോട്ടൊക്കെ നോക്കാം. ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ വരാൻ പറ്റും. വൈസലിന്റെ പേര ഇവിടുന്ന് കണ്ടിരുന്നല്ലോ നമ്മളെ മിംകോ വൈസലിന്റെ പേരാ. നമ്മളെ വീടൊക്കെ അതിന്റെ അടുത്ത് തന്നെ. ഇവിടൊക്കെ പെരും കാടാണ്, കൊടുങ്കാടാണ്. എന്താണ് സാമൂഹിക വിരുദ്ധരുതേ, അങ്ങനല്ലേ? താവളാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാലും ഇങ്ങോട്ട് കാണാം. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഉള്ളൊക്കെ ഭയങ്കര കടുവയാണ്, പന്നിയാണ് ഇവിടെ കൂടുതലുള്ളത്. ഫുള്ള് കുപ്പിയും വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ കാനാഞ്ചേരി പള്ളി അവിടെ എത്തു പറ്റി ഞാൻ കണ്ടിട്ടില്ല. എന്നാ കാണിച്ചു കൊടുക്കിയതാ, കാണിച്ചു കൊടുക്കി. എന്താവും നിങ്ങൾ ഇവിടെ ഞാൻ മുഴുവൻ പോണ വഴിയിലേ ഫുള്ള് നബിദിനത്തിന്റെ ഒരുക്കങ്ങൾ കാണാൻ എന്ത് രസം. അത് നമുക്ക് പോകുമ്പോ ആണ് ഇതിൽ എടുക്കട്ടാ. നല്ല രസമുണ്ട്, എല്ലാരും അതിന്റെ ത്രില്ലിലാണ്. മൊത്തം മെനിങ്ങിക്കണ്. പിന്നെ കുറുകത്താണി അടിപൊളിയായി. കുറുകത്താണി പറയും വേണ്ട, കുറുകത്താണി ആ പഴയ മദ്രസിന്റെ നമ്മളെ കൊങ്ങലപ്പടി റോട്ടിക്കൊക്കെ കണ്ട് അടിപൊളിയായിക്കണ്. എല്ലായിടത്തും ബൾബും ഇതൊക്കെ അലങ്കരിച്ചിരിക്കണ റോഡിലൂടെ പോകാനെന്ന രസമാണ്. അപ്പൊ ഈ വീഡിയോയില് നമ്മൾ പോകുമ്പോ നമ്മളെ പരിസരത്തൊക്കെ നബിദിനത്തിന് വേണ്ടി അലങ്കരിച്ചിന്റെ വീഡിയോ ഒക്കെ ഇതിൽ ഉണ്ടാവും. ആരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ട, നഷ്ടം നിങ്ങൾക്ക്. പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ കാണുമ്പോൾ പ്രത്യേക രസം തന്നെ, സന്തോഷമായിരിക്കും. അതെ, കാരണം പ്രവാസികൾക്ക് ഇതിലൊന്നും പങ്കെടുക്കാനും കാണാനും പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് നടന്നു കാണാനുള്ള സ്ഥലമാണ്.
ഒരു വൈകുന്നേരം നേരത്തെ ഒഴിഞ്ഞിങ്ങനെ ഇവിടെ വന്നിരിക്കുക കാറ്റും കൊണ്ട് കണ്ട് ഒഴിവുള്ള കിട്ടാം. അപ്പൊ നമ്മുടെ അങ്ങാടിയിലും പരിസരത്തും നമ്മുടെ ചുറ്റുവട്ടത്തിലെ മദർസിന്റെ ആ മാല അലങ്കരിച്ചൊക്കെ ഇതിൽ വീഡിയോയിൽ ഉണ്ടാവട്ടാ ഇല്ലാണോ? ആ കല്ലിങ്കോറി JCB-കളൊക്കെ അങ്ങനെ പോവാൻ ഇവിടെ കല്ലിങ്കോറിയിലുള്ള ഇവിടെ വർക്ക് ചെയ്യുന്ന JCB ആയിരിക്കും കേട്ടാ. ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ, ജസ്റ്റ് ഒന്ന്. കുട്ടിമോൻ പഠിച്ചിരുന്ന ഇതിന് മുമ്പ് പഠിച്ചിരുന്ന സ്കൂളാണ് കല്ലിങ്ങൽപ്പറമ്പ്. അതെ, കല്ലിങ്ങൽപ്പറമ്പ് ഹൈസ്കൂള്. ഞാനേ രാജാസിന് എന്റെ രാജാസിന് എന്റെ സ്കൂളോന്ന് അതങ്ങനെയുള്ള നമ്മൾ പഠിച്ച സ്കൂളാകുമ്പോ പഠിച്ചിട്ട് പോണേ. ഞാൻ എന്റെ സ്കൂൾ പഠിച്ചു എന്റെ രാജാസിന്. അത് പറ്റിയ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടാ. എന്ത് രസണ്ട് നോക്കി നിങ്ങൾ ഇവിടെ കാണാനല്ലേ അല്ലേ? അടിപൊളിയാ. ആ ഉസ്താദ് ഇവിടെ തൊപ്പി മറന്ന് ചെയ്യണല്ലോ. ഇവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോ നല്ല രസം. പഠിച്ച് മുഴുവനാക്കിയില്ല, കണ്ടില്ലേ? ഇത് നല്ല താഴ്ചേട്ടാ. ചളിയാണ്. പഠിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ ഇവിടൊക്കെ. മൊത്തത്തിൽ കല്ലൊക്കെ വെട്ടി നല്ല സൂപ്പറാക്കിക്കണേ. ഇവിടെ ഖബർസ്ഥാനൊക്കെ ഉണ്ടിട്ടാ. ഖബർസ്ഥാനാണ് ഈ കാണുന്നൊക്കെ. അപ്പം കാനാഞ്ചേരി ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനാണ് ഈ കാണുന്നത് കേട്ടാ. മുമ്പ് ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഇൻ്റർലോക്കൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ പള്ളിയിലേക്ക് ഇങ്ങനെ ഇതവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഉഷാറായി വഴി ഇട്ടിട്ടുണ്ട്. ഇത് വഴി പള്ളിക്കുള്ള വഴിയാണെന്ന് തന്നെ തോന്നുന്നു. ഇനി വേറെ പൊതുവഴിയായിട്ട് പോകുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ സമയത്ത് ഏതാണ് ഇത്രയും ക്ലാരിറ്റി കാണുന്നത് തോന്നിട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയൊക്കെ മൊത്തത്തിൽ കല്ല് വെട്ടിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെയൊക്കെ വിട്ടാണ്. മറ്റിങ്ങോട്ടൊക്കെ വരാൻ തന്നെ ഈ സമയത്ത് പോലും എല്ലാവർക്കും പേടിയായിരുന്നു. എന്നുവെച്ചാൽ മൊത്തത്തിൽ ഇവിടെ കാടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇത് പള്ളിയിലെ മുത്തല്ലിമകൾക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളാണ് തോന്നിട്ടാ. അല്ലേ? ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാനാഞ്ചേരി ജുമാ മസ്ജിദ് ഇതാ കണ്ടിട്ടാ. കണ്ടില്ലേ? ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, നല്ല ഒഴിഞ്ഞ വിശാലമായ ഖബർസ്ഥാനം കാര്യങ്ങളൊക്കെ ഇട്ടപ്പെടുത്തെ പള്ളിത്തോട് കണ്ടില്ലേ. അപ്പം മഗ്‌രിബിസ്കാരൊക്കെ ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് മാളും കുട്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണം, അങ്ങോട്ട് പോകട്ടാ. കണ്ടില്ലേ, തികച്ചും ശൂന്യമാണല്ലേ, ഒരു മനുഷ്യനില്ലല്ലോ. അപ്പം നമ്മുടെ ഭാര്യത്തെ പള്ളി മദ്രസകളായി കാണട്ടോ. കണ്ടില്ല നിങ്ങള്, റബീ ലെവലിന് വേണ്ടിട്ട് ഒരുങ്ങിയതാണ് അല്ലേ. വർക്കുകളൊന്നും തീർന്നിട്ടില്ല. നമ്മുടെ സൈഡിലൊക്കെ ബൾബും ട്യൂബുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടൊന്നും ഓൺ ആയിട്ടില്ല. ഇന്ന് അടിപൊളിക്കാരം ഓണായിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി എടുക്കണം.
ഇൻഷാ അല്ലാ. അപ്പൊ ഭാരത്തെങ്ങാടി മൊത്തത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് റബീഉൽ അവ്വലിന് വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് നിങ്ങള് നല്ല അടിപൊളി മീൻ കച്ചവടമൊക്കെ അവിടെ നടക്കുന്നുണ്ടാ. അപ്പൊ സൈഡിലുള്ള ബൾബ് ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല. എല്ലാരും കട്ടക്ക് നിന്ന് നല്ല പണിയിലാണ് എല്ലാരും. ഇതവിടൊക്കെ ചെക്കന്മാര് ഒരുങ്ങി പണിയിലട്ടാ. ഒരാകും പകലും ഇല്ലാതെ ചെക്കന്മാര് പണിയിലാണ്. എന്ത് രസാണോ. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മദ്രസും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും പള്ളിയാണ് കേട്ടോ. നമ്മുടെ ഭാരത്. ഈ മുനീറിനെ നിർത്താം. മുനീറ മുനീർ മുനീറ മുനീർ അത് ചോട്ടിലാദ്യം വെച്ചിട്ട് കാണുന്നില്ല. അതാണ് അപ്പൊ നമ്മളെ കുറുകത്താണിലെ പഴയ മദർസിനാണ് നമ്മൾ പോയി നോക്കട്ടാ. കുറുകത്താണി പഴയ മദർസ് ആക്കാൻ പോണില്ല. എന്ത് രസമുണ്ടോ. അപ്പൊ നമ്മുടെ കുറുകത്താണിയിലെ പഴയ മദർസ് ഇതേമാതിരി എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ? സൂപ്പറാണ്, അടിപൊളി. റോഡ് ഒരു കുളിക്കണ്ടിട്ട് നല്ല സോക്ക് അഫ്സർ വേണം, അല്ലെങ്കിൽ പണിയാവും. ക്യാമറ ഒക്കെ ആടി ഉലയും. സൂപ്പർ, അടിപൊളി, മാഷാ അല്ലാഹ്. നമ്മുടെ കുറുകത്താണിലെ ഈ മദർസിന്റെ പേരെന്താ? അപ്പൊ ഇതാണ് മദ്രസ്. എന്താണ്? തുഹ്ഫത്തുൽ ഇഖ്വാൻ സുന്നി സെക്കൻഡറി മദ്രസയാണ്. അപ്പട്ടാ പന്തലൊക്കെ വർക്കുകളൊക്കെ നടന്നുകൊടുക്കാണ്. അപ്പൊ തിരിച്ചു പോകുമ്പോ ഇവിടെ ഒരു മദ്രസം കൂടി ഉണ്ട്. അതും കൂടി ഇങ്ങനെ കാണിച്ചു തരാം അല്ലേ? ഒരു മദ്രസം കൂടി ഇവിടെ. അതില് എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് നോക്കുക. കൂപ്പൺ ആയതുകൊണ്ട് അല്ലേ? അങ്ങനത്തെ റിബണാണ് ഇതാണ്. ഒരുവിധം പള്ളികൾ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാന്. സർപ്പോക്കാം സുഹൃത്താണ്. ഇവിടെ ഈ ഗേറ്റ് എടുത്തോക്കാം. പള്ളിന്റെ ഗേറ്റ് നല്ല രസമുണ്ട്. പള്ളിന്റെ ഗേറ്റാണ്. അത് രസമുണ്ട് കാണാല്ലേ ഗേറ്റ്. ഇപ്പൊ തന്നെ 1.5 ബ്ലോക്കാണ് അല്ലേ? പിന്നെ കുറച്ച് എന്തൊക്കെയൊരു അവസ്ഥ. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു മദർസും കൂടി ഉണ്ട്. ആ മദർസ് കാണിച്ചു തരട്ടാ. ഒന്നും കൂടി ഉണ്ട്. ഒന്നും കൂടി കണ്ടോളി. ഉറുഗയിലെ യാപ്പി മദ്രസ, മേലെ മദ്രസ, യാപ്പി മദ്രസ പറയാൻ പറ്റും. 2 ഉണ്ടാവും കേട്ടോ. 2 മദ്രസ ഉണ്ട്. യാപ്പി മദ്രസ, ഇകെ മദ്രസ. പ്രാവശ്യം വലിയ ദമ്മില്ലേ? ഭയങ്കര ഇതിനേക്കാളൊക്കെ കാണലുണ്ടല്ലോ. ചിലപ്പോ ആയിട്ടുണ്ടാവില്ല. ഇനി ഇവിടെ ഒരു മദ്രസം കൂടി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുറുക ജുമാ മസ്ജിദ് ഒക്കെ മൊത്തത്തിൽ അലങ്കരിച്ച് നിൽക്കാനട്ടാ. ഇതാണ് ഇവിടെ 2ാമത്തെ മദ്രസ. അതായത് ഇവിടുത്തെ പഴയ മദ്രസ ത്വരീഖുൽ ഹിദായ ഹയർ സെക്കൻഡറി മദ്രസ. അതാണ് ഞാൻ പഠിച്ച മദ്രസാണ്. സുലൈമാൻ സെക്രട്ടറി അവിടെ. പിന്നെ നമ്മുടെ താജ്മഹലിനെ വെല്ലുന്ന പള്ളി, നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത പള്ളി. ഇവിടെയാണ് ഉപ്പ മറ ചെയ്തിട്ടുള്ളത്. അസ്സലാമലൈക്കും യാബി, അസ്സലാമലൈക്കും ദാറക്കും. അപ്പൊ ഓക്കെ. അപ്പൊ ഏതായാലും മദ്രസ് ഒക്കെ കണ്ട് മദ്രസിന്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി ജസ്റ്റ് ഒരു സവായ കഴിച്ച് പോകാന്ന് ഉദ്ദേശിച്ച്. അപ്പൊ ജസ്റ്റ് ഒന്ന് സവായ കഴിക്കാച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയാട്ടാ. ഓരോരുത്തരുടെ വലിച്ചിന്റെ ബലി കണ്ടില്ലേ മോളൂസേ? അടിപൊളിയല്ലേ? പൊന്നിവിടാതെ 1.5 വെട്ടില്ല. ഇത് സവായ. ഇവിടുത്തെ സവായ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ? നല്ല ഗ്രേവി കഴിഞ്ഞില്ല, അടിപൊളിയായിട്ടാണ്. അപ്പം ജസ്റ്റ് ലൈറ്റായിട്ട് ഒരു സവായും കുബൂസൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചാനൽ കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഷെയർ ചെയ്താലും ലൈക്ക് ചെയ്താലും ആയിട്ട് കണ്ടവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും